രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി വനിതാ നേതാവിന്റെ മൊഴി. രാഹുലിനെതിരായ ആരോപണങ്ങളിൽ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് വനിതാ നേതാവ് മൊഴി നൽകിയിരിക്കുകയാണ്. അതേസമയം യുവനടിയെ പരാതിക്കാരിയാക്കണോ എന്ന് ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടും. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് 10 പരാതികളാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചത്. അതിൽ രാഹുലിന് എതിരായിട്ടും അനുകൂലമായിട്ടുമുള്ള പരാതികളുണ്ടായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതികളും അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന സ്ത്രീ വിഷയങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള പരാതികളുമാണ് ലഭിച്ചത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചനയുണ്ട് എന്നാരോപിക്കുന്ന പരാതിയിലാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിനെ മൊഴി നൽകാനായി ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയപരമായ വളർച്ച അതിൽ കോൺഗ്രസിൽ ചില മുതിർന്ന നേതാക്കൾക്ക് അലോസരം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇകഴ്ത്താനും അയാളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് തടയിടാനും വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതിനു പിന്നിൽ കോൺഗ്രസിൽ തന്നെ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിലാണ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പങ്കാളിത്തമുണ്ട് എന്ന് സംശയിക്കുന്നത്. ആ കാര്യം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് ഈ മൊഴിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവ നടിയെ ക്രൈംബ്രാഞ്ച് അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ച് ശല്യം ചെയ്തു എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട വാട്സപ്പ് സന്ദേശങ്ങളും ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നു എന്നുള്ള എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ എഫ്ഐആറിന്റെ ഭാഗമാക്കാൻ ഈ മൊഴിക്ക് കഴിയുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്ന ഈ യുവനടിയെ പരാതിക്കാരിയായി പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യവും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിയമോപദേശം തേടാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. ആ നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിംഗ് കേസ് നിലനിൽക്കുമെങ്കിൽ ഈ യുവനടിയെ പരാതിക്കാരിയായി ക്രൈംബ്രാഞ്ച് പരിഗണിക്കുകയും ചെയ്യും. കേസ് ചാർജ് നൽകി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും.